നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളൊരു ഓഹരി വിപണിയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടായിരിക്കേണ്ട അക്കൗണ്ടുകൾ ഏതെല്ലാം എന്നതിനെ പറ്റിയാണ്. നമുക്ക് ശരിക്കും 3 തരത്തിലുള്ള അക്കൗണ്ടുകളാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്ന് ബാങ്ക് അക്കൗണ്ട്, രണ്ടാമത്തത് ട്രേഡിംഗ് അക്കൗണ്ട്, മൂന്നാമത്തത് ഡിമാറ്റ് അക്കൗണ്ട്. ഇങ്ങനെ ഈ 3 അക്കൗണ്ടുകളുള്ള ആൾക്ക് മാത്രമേ നമുക്ക് ട്രേഡിംഗ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒന്നാമത്തത് ബാങ്ക് അക്കൗണ്ടാണ്. നമ്മുടെ ഓഹരികൾ വാങ്ങുന്നതിന് പണം കൈമാറാനും വിൽക്കുമ്പോൾ പണം സ്വീകരിക്കുന്നതിനുമാണ് ശരിക്കും ബാങ്ക് അക്കൗണ്ട്. നെറ്റ് ബാങ്കിങ് സൗകര്യമുള്ള ബാങ്കുകളാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് പണം കൈമാറാനും ഓഹരി വാങ്ങാനും വിൽക്കുവാനുമൊക്കെ സാധിക്കുന്നതാണ്. രണ്ടാമത്തത് ട്രേഡിംഗ് അക്കൗണ്ടാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും നിങ്ങൾക്കും ഇടയിലുള്ള മധ്യവർത്തിയാണ് ശരിക്കും ബ്രോക്കർമാർ. ഇവരിലൂടെയാണ് വാങ്ങലുകളും വിൽക്കലും നടക്കുന്നത്. jeojith, Sharewalth തുടങ്ങിയവ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. രാജ്യത്തെ ഒട്ടുമിക്ക ബാങ്കുകൾക്കും ഓഹരി ബ്രോക്കർമാരുമായി കൂട്ടുകെട്ടുള്ളതിനാൽ നിങ്ങളുടെ അക്കൗണ്ടുള്ള ബാങ്ക് വഴി ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കാൻ ഇപ്പോൾ സൗകര്യമുണ്ട്. ഓഹരി ഇടപാടിന് ഓരോ ബ്രോക്കർമാരും വ്യത്യസ്ത നിരക്കുകളാണ് ഈടാക്കുന്നത്. അതുപോലെ തന്നെയാണ് വാർഷിക മെയിൻ്റനൻസ് ഫീയും. ഇതെല്ലാം പരിശോധിച്ച ശേഷം മാത്രം മതി ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കുന്നത്. ഇനി മൂന്നാമത്തേതാണ് ഡിമാറ്റ് അക്കൗണ്ട്. നിങ്ങളുടെ പണം ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഓഹരിയിൽ സൂക്ഷിക്കുന്ന ഇടമാണ് ഡിമാറ്റ് അക്കൗണ്ട്. ഓഹരി വാങ്ങിയാൽ നിങ്ങളുടെ പേരിലുള്ള ഡിമാറ്റ് അക്കൗണ്ടിലാണ് വരവ് വയ്ക്കുക. അതുപോലെ തന്നെ വിറ്റാൽ അക്കൗണ്ടിൽ നിന്ന് പ്രസ്തുത ഓഹരി പിൻവലിക്കുകയും ചെയ്യും. ഇന്ത്യയിൽ NSDL, CDSL എന്നീ 2 ഡെപ്പോസിറ്ററികളാണുള്ളത്. ഇവയിൽ ഏതെങ്കിലും ഒന്നിലാണ് ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യം. നിക്ഷേപകർ നേരിട്ടല്ല, ഓഹരി ബ്രോക്കർമാർ വഴിയാണ് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തുടക്കക്കാർ എന്ന അർത്ഥത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട 3 അക്കൗണ്ടുകളെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. അടുത്ത ഭാഗത്തിൽ നമുക്ക് കൂടുതൽ വിശദമായി ഈ അക്കൗണ്ടുകളെ പറ്റി മനസ്സിലാക്കാം. താങ്ക് യു.